എല്ലാവർക്കും നമസ്കാരം. ഈ മനുഷ്യനാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. രതീഷ് കുമാർ. ഇദ്ദേഹം ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രോമോയൊക്കെ വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹം പുറത്തു പോകുമ്പോൾ ബിഗ് ബോസ് ഹൗസ് ഒരു അടഞ്ഞ ദീപം പോലെയായിരിക്കും. കാരണം ആരുമില്ലാത്ത ഒരു ഏകാന്തതയായിരിക്കും പിന്നീട് ബിഗ് ബോസിൽ ഉണ്ടാകാൻ സാധ്യത. കാരണം അത്രമാത്രം ആക്റ്റീവായിരുന്നു ഈ ഒരു മനുഷ്യൻ. എന്തായാലും നിങ്ങൾക്ക് രതീഷ് കുമാറിനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടമല്ലെങ്കിലും തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം ഇത് ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. ആർക്കായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മുടെ രതീഷ് കുമാർ അദ്ദേഹം ഇന്ന് പോകുമെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് പോകാൻ ഒരുപക്ഷെ സാധ്യതയുണ്ടാവില്ല. കാരണം എയർപോർട്ടിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് വീഡിയോ വന്നാലും പോയ പോലെ തന്നെ രതീഷേട്ടനെ വിളിച്ചുകൊണ്ടുവരും. കാരണം ബിഗ് ബോസിനറിയാം, രതീഷ് കുമാർ ഇല്ലെങ്കിൽ ബിഗ് ബോസിൽ അത്ര ആക്റ്റീവ്നെസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരാളാണ് നമ്മുടെ രതീഷ് കുമാർ. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്കും അറിയില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ പറയുകയാണ്, പണ്ട് ഇങ്ങനൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് പ്രത്യേകം ആരോടും പറയേണ്ട കാര്യമില്ല. ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോയിൽ കമൻ്റായി പറയുക. ആ മനുഷ്യൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ, പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ. ആ മനുഷ്യൻ പണ്ട് ചെയ്തിരുന്നത് എന്താണ്? ഇതുപോലെ തന്നെ വളരെ ആക്റ്റീവായി നിന്നു. ആർക്കും ആദ്യം ഇഷ്ടമാകുന്നില്ല. എല്ലാവരും ആദ്യം കളിയാക്കിയിരുന്നു. അങ്ങനെ കളിയാക്കിയിരുന്നപ്പോൾ എല്ലാവരും ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ആ മനുഷ്യൻ ഗെയിമിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഗെയിമിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. ആ സ്ട്രാറ്റജി ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ രതീഷറിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു ബുദ്ധി, അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഇറങ്ങിപ്പോക്കും കാര്യങ്ങളൊക്കെ. ബിഗ് ബോസ് തന്നെ ഒരു പക്ഷേ രതീഷേട്ടനെ തിരിച്ചു വിളിക്കും. രതീഷേട്ടനെ തിരിച്ചു വിളിച്ചുകൊണ്ട് രതീഷേട്ടന് കൂടുതൽ സപ്പോർട്ടൊക്കെ നൽകും. രതീഷ് ഈ പരിപാടിയിൽ വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ സപ്പോർട്ട് നൽകും. പുറത്ത് പോയാലും പിന്നെ ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ടാവില്ല. രതീഷ് കുമാർ അവിടെ തന്നെ ഉണ്ടാകാം. രതീഷ് കുമാർ പോകണമെന്ന് അവരൊക്കെ ഇരുന്ന് കരയാനേ സാധ്യതയുള്ളൂ. അങ്ങനെ കരയുന്നവരാണെങ്കിൽ കരയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ രതീഷ് കുമാർ തിരിച്ച് അവിടെ തന്നെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് പണി കിട്ടുക? പിന്നെ ബിഗ് ബോസിലെ താരങ്ങളായി നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ സിജോ, അതുപോലെ തന്നെ ജിൻഡോ, അങ്ങനെയുള്ളവരൊക്കെ പണി വാങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കും പിന്നീട് കാണുക. എന്തായാലും രതീഷ് കുമാർ വരട്ടെ. ഞാൻ അങ്ങനെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ എന്നെ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ തെറി വിളിക്കുകയെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ പറഞ്ഞോളൂ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നോടുള്ള വിയോജിപ്പ് പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളോടുള്ള എന്താ പറയുക, ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് എനിക്ക് നൽകാം കമൻറ്റ് ബോക്സിലൂടെ. കമൻറ്റ് ബോക്സ് നിങ്ങളുടെ ലോകമാണ്, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ലോകമാണ്. പ്രതികരിക്കുന്ന ജനതയാണ് നമുക്കിനി ആവശ്യം. ഓക്കെ, ബൈ.